രക്തം മടക്കുവാൻ കൽപ്പിക്കുന്നു. മനഭാരമേ നീ എന്നെ തൊടുകയില്ല. യേശുവിൻ രക്തം എന്നാശ്രയം. രക്തം എന്നറവിടമേ, രക്തം എൻ കോട്ടയുമേ. തിരുനീളത്താൽ എന്നെ വാങ്ങിയവൻ എൻ ഹൃദയത്തിൽ വസിക്കുന്നതാ. തിരുനീളത്താൽ എന്നെ വാങ്ങിയവൻ എൻ ഹൃദയത്തിൽ വസിക്കുന്നതാ. പ്രാണന്റെ ഉടയവനേ, പ്രാണൻ നിൻ കൈയിലല്ലേ. സന്ദേഹമെന്തിനു സോദരരേ, നീ നിനക്കുള്ളതല്ലല്ലോ. സന്ദേഹമെന്തിനു സോദരരേ, നീ നിനക്കുള്ളതല്ലല്ലോ. നദി നിന്നെ കവിയില്ല സോദരനേ. എരിതീയണഞ്ഞിടും ശക്തിയാൽ അലറുന്ന സിംഹങ്ങൾ മിണ്ടാതെയായി തീർന്നിടും അതിബലം നിന്നുള്ളിലേ. ചുഴലിക്കൊടും കാറ്റതോ വന്തിരമാലകളോ പടകിനോടടുക്കുവാൻ കഴിവതില്ല. എൻ നായകൻ യേശു ഉണ്ട്. പടകിനോടടുക്കുവാൻ കഴിവതില്ല. എൻ നായകൻ യേശു ഉണ്ട്. പ്രാണന്റെ ഉടയവനേ, പ്രാണൻ നിൻ കൈയിലല്ലേ. സന്ദേഹമെന്തിനു സോദരരേ, നീ നിനക്കുള്ളതല്ലല്ലോ. സന്ദേഹമെന്തിനു സോദരരേ, നീ നിനക്കുള്ളതല്ലല്ലോ. You will not walk ordinary. God will set you up and you will wonder how you reach there. But it is Jesus, 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 Jesus. Only one name, Jesus. The power. ആരും അടയ്ക്കാതെ വേണം നിന്റെ മുമ്പിൽ തുറന്നിരിക്കുക. ഇന്ന് വരെ കിട്ടിയിട്ടില്ലാത്ത ദൈവത്തിന്റെ കൃപ ഈ മക്കളുടെ മേൽ വരട്ടെ, വരട്ടെ. കുറച്ച് നാളുകളായിട്ട് അനി പാസ്പോർട്ട് നോക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ കുഴപ്പമാണ്, ഞാൻ തലേദിവസം രാത്രിയാണ് പാസ്പോർട്ട് നോക്കിയപ്പം അനിയുടെ വിസ എക്സ്പയർ ആയിപ്പോയി. സോ ഒരുവിധം നല്ലത് കാര്യം എയർപോർട്ടിൽ എത്തിയിട്ടല്ല അത് കണ്ടത്. എന്നാൽ മറുവശം
അനിയും കൂടെ എൻ്റെ കൂടെ ഇവിടെ ആയിരിക്കണം, എൻ്റെ കൂടെ ഇവിടെ ശുശ്രൂഷയിലായിരിക്കണം. ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ ഫ്രണ്ട് റോയിൽ അനിയിരുന്ന് ആത്മാവിൽ ആരാധിക്കുന്ന കാണുമ്പോൾ തന്നെ ശുശ്രൂഷിക്കാൻ ബലവും ശക്തിയും ഇരട്ടിയാവും. സോ മിസ്സിങ് അനി. ഈ ഒരു 10 ദിവസം വിൽ ബി ഹിയർ. നാളെ ആണ് നമ്മുടെ ക്രൈയുടെ ഇവൻറ്റ്. മോനും കരീനയും കൂടെ ഉണ്ട്. വി ഹാഡ് എ വണ്ടർഫുൾ ജേർണി. പക്ഷേ വൈകുന്നേരമായപ്പോൾ ഐ വാസ് സോ ടയേർഡ്. ആൻഡ് യൂഷ്വലി എനിക്ക് തോന്നുന്നു ഈ കോഫി ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുമെന്ന് തോന്നുന്നു. രാവിലെ ഒരു കോഫിയെ ഞാൻ കുടിക്കാറുള്ളൂ, പക്ഷേ യാത്രയുടെ ഇടയിൽ 3-4 കുടിച്ചു. ആൻഡ് ഈവനിങ് ഐ ബിക്കെയിം റിയലി എക്സോസ്റ്റഡ് ആൻഡ് ടയേർഡ്. കോഫി ഈസ് എനിക്ക് തോന്നുന്നു ഡീഹൈഡ്രേറ്റിംഗ്. സോ ഐ എം എക്സൈറ്റഡ്. ആൻഡ് നമ്മുടെ ഓരോ ചുവടുകളും കൽപ്പിച്ച് വെപ്പിക്കുന്നത് യേശുവാണ്. ഓരോ ചുവടും നമ്മളെവിടെ ആയിരിക്കണം ഞങ്ങൾക്കുള്ളവയല്ല. എല്ലാ ദിവസവും അനിയും ഞാനും പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു വാക്ക് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളെക്കുറിച്ച് പറയും. ഞങ്ങൾക്കുള്ളവയല്ല, യേശുവിൻ്റേതാണ്. ആ യേശുവിൻ്റെ ആണെങ്കിൽ ഞങ്ങളുടെ കാലുകളെ ചുവടുകളെ കൽപ്പിച്ച് വെപ്പിക്കുന്നത് ഉടയോനാണ്. സോ അതായിരിക്കാം ഈ പ്രാവശ്യം അനി യാത്ര എൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ മറുവശം അതൊരു എക്സ്ക്യൂസും അല്ല. ഇതൊക്കെ അന്ന് രാത്രി തലേദിവസം രാത്രി ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം കുവൈറ്റിൽ ഇതുപോലെ ഞങ്ങൾ എയർപോർട്ടിലെത്തിയ ശേഷം അനിയുടെ വിസ എക്സ്പയറായി, യാത്ര ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളത് പറഞ്ഞ് അനി ഒത്തിരി സങ്കടപ്പെട്ടു. കാര്യം എയർപോർട്ട് വരെ വന്നിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി പാസ്പോർട്ട് നോക്കിയപ്പോഴാണ് കഴിഞ്ഞ വർഷത്തെ എക്സ്പയറായി. സോ അന്നത്തെ അത്രയും ഷോക്ക് ഇല്ലെങ്കിലും ഐ വോണ്ടഡ് ഹെർ ടു ബി വിത്ത് മീ ഇൻ ദിസ് മിഷൻ. സോ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നാളെ ക്രൈഡ് ഇവൻറ്റ് ആരംഭിക്കുക ബർമിംഗ്ഹാമിൽ. നാളെ കഴിഞ്ഞ് രാവിലെയും വൈകിട്ടും എലീം ചർച്ചിലാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്, വിംബിൾഡണിൽ. അതിനുശേഷം പ്രധാനപ്പെട്ട ഫോക്കസ് 8-9 നമ്മൾ ബർമിംഗ്ഹാമിൽ UK എല്ലാ സഭകളും ഒന്നിച്ച് കൂടുവാൻ. ഞായറാഴ്ച ദിവസവും എങ്ങും സഭായോഗം കാണത്തില്ല. അവരെല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ ഒന്നിച്ച് ബർമിംഗ്ഹാമിലായിരിക്കും കൂടുന്നത്. സോ അതിനുവേണ്ടി എല്ലാവരും തയ്യാറെടുക്കുന്നു. ചിലരൊക്കെ വിളിച്ചു, ചിലരൊക്കെ അനിയില്ലെന്ന് കേട്ടപ്പം സങ്കടപ്പെട്ടു. എന്നാൽ നമ്മളെല്ലാം യേശുവിൻ്റെ വകയാണ്. യേശുവിന് നന്നായിട്ടറിയാം എന്താ ചെയ്യേണ്ടത്. സോ ഓൾ ഗ്ലോറി ടു ഗോഡ്. ബട്ട് പ്രേ നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം വി ആർ സീയിങ് സംതിങ് അമേസിങ് ഹാപ്പൻ. ആൻഡ് വി വിൽ ഈ വർഷം കാണാൻ പോകുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് ഹാർവെസ്റ്റ്. യേശുവിൻ്റെ നിറവിൽ നിന്നും കൃപ മേൽ കൃപ. സോ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഐ വാസ് വെരി ടയർഡ് യെസ്റ്റർഡേ ആൻഡ് ഫുഡ് എന്തോ പിടിച്ചില്ല. എന്നാൽ ഐ എം പെർഫെക്റ്റ്ലി ഓക്കെ നൗ. രാവിലെയൊക്കെ ടയർഡായിരുന്നു. അനിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വർത്താനം പറയുന്നുണ്ടായിരുന്നു. ബട്ട് ഐ വാസ് വെരി ടയർഡ്. പക്ഷേ പെർഫെക്റ്റ്ലി ഹോൾ ബിക്കോസ് ഓൾ ഓഫ് യു ആർ പ്രേയിങ്. ലോകത്തിൽ എനിക്ക് തോന്നുന്നത് വളരെ ചുരുക്കം ചില ദേവദാസന്മാർക്ക് ഈ സൗഭാഗ്യം കിട്ടത്തുള്ളൂ. ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ എന്നോടൊപ്പം പ്രാർത്ഥനയിലും എന്നോടുകൂടെ ആത്മാവിൽ യാത്ര ചെയ്യുന്നതും ആയ ഒരു വലിയ സമൂഹം ഹെവൻലി ഫീസ്റ്റിലും വെളിയിലും. സോ ബിഫോർ even going further, let me
crash to the world. Now, ദൈവത്തിൻ്റെ പദ്ധതികൾ 20-25 ഓരോ സീസണുണ്ട്. ഞാനിപ്പം പറയാം, ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ 4 നദികൾ കാണുന്നുണ്ട്. പക്ഷെ അതിൽ ഇന്ന് അറിയപ്പെടുന്ന 2 ഉള്ളൂ. പക്ഷേ ഇഫ് യു ലുക്ക് സീസണലായി ചില സമയങ്ങളിൽ കാലാവസ്ഥ മഴ വരുമ്പം ഈ 2 റിവർ നദികൾ ചില നമ്മൾ കേരളത്തിലും കാണാൻ മേലെ ചില സ്ഥലത്തൊക്കെ നമ്മൾ അങ്കമാലിയിലെ ഞങ്ങൾ എയർപോർട്ടിൽ പോകുമ്പം ആ നദികളെല്ലാം ഉണങ്ങിക്കിടക്കുന്ന കാണാം. പക്ഷേ മഴ പെയ്യുമ്പം ആ അതിരുവരമ്പുകൾ പോലും തകർത്തുകൊണ്ട് വലിയൊരു പ്രവാഹം ഒഴുകുന്നതുമാണ്. അതുപോലെ തന്നെയാണ് ഏദൻ തോട്ടത്തിൽ 4 നദികളുണ്ട്, പക്ഷേ ഇന്ന് 2 കാണാനില്ല. എന്നാൽ സീസണാകുമ്പോൾ അത് എല്ലാം അതിരുവരമ്പുകളെ പൊട്ടിച്ചുകൊണ്ട് it will come like a gush. And 2025 is going to be like that. It is your season, it is my season, it is the season for India. ഞാൻ ഭാരതത്തിൻ്റെ സീസണാണെന്ന് പറയാൻ ഒരു കാരണമുണ്ട്. അതിൻ്റെ കാരണം ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ ഭാരതം വേറെ ഒരു രാജ്യത്തെയും അടിമപ്പെടുത്തില്ല. It did not conquer and subdue and make slaves of any other nation. ബാക്കി എല്ലാ രാജ്യങ്ങളും ഒന്ന് ഉയർച്ച കാണാം, പക്ഷേ എല്ലാം ഡൗൺ ആകുന്ന കാരണം അവരെവിടെയെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ അടിമത്വം കൊണ്ടുവന്നു. ഞാനിന്ന് പറയുമ്പം രാജ്യങ്ങളുടെ പേര് പറയുന്നില്ല, പക്ഷേ ഇന്ന് കാണുന്ന ബൂം ചെയ്യുന്ന എല്ലാ എക്കണോമികളും താഴോട്ട് വന്ന് ഭാരതം ഏറ്റവും ഉയർച്ചയിൽ പ്രാപിക്കും. ഇത് ഇന്നത്തെ ദിവസം എഴുതിയിട്ടാണ്. ജാനുവരി 31 ഡേറ്റ് എഴുതി ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ദാസനെന്ന് ഞാൻ. ബിക്കോസ് ഇന്നത്തെ ടൈം അലോൺ വിത്ത് ഗോഡിൻ്റെ വചനവും അതാണ്. ടൈം അലോണിൻ്റെ വചനം ഇന്നത്തേത്. ആൻഡ് ഫോർ യു ഡിഡ് നോട്ട് റിസീവ് ദ സ്പിരിറ്റ് ഓഫ് ബോണ്ടേജ് അഗെയിൻ ടു ഫിയർ, but receive the spirit of adoption by whom we cry out, Abba, Father. Now, മിസ്രൈമിൽ നിന്നും ഇറങ്ങിയ ഇസ്രായേൽ പിന്നെ മിസ്രൈമിനെ കണ്ടില്ല. അതുപോലെ തന്നെ ഒരു 2025 ലോകത്തിൽ തന്നെ ഒരു വലിയൊരു ഷിഫ്റ്റ് ഉണ്ടാകാൻ പോവുക. എക്കണോമിക് ഷിഫ്റ്റ്, അതോറിറ്റേറ്റീവ് ഷിഫ്റ്റ്. അതിൽ അഭിമാനത്തോടെ എനിക്ക് പറയാം, ഭാരതം വിൽ പ്ലേ എ വെരി കീ റോൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു റിസഷനോ ഒരു സാമ്പത്തിക മാന്ദ്യതയോ വരാതെ ഭാരതം നമ്പർ 1 രാജ്യമാകും. അത് അഭിമാനമുണ്ട്. അതിൻ്റെ കാരണം കൂടെ ഞാൻ പറഞ്ഞു. ആരെയും അടിമത്വത്തിൽ ഭാരതം കൊണ്ടുവന്നില്ല. Rest every nation made slaves by conquering except India. നമ്മൾ വന്ന എല്ലാവരെയും സ്വീകരിച്ചു. എല്ലാം സാമ്രാജ്യങ്ങളും ആൾക്കാർ വരുമ്പോൾ ഒന്നും വേണ്ട, നമ്മുടെ കൊച്ചു കേരളം യഹൂദന്മാർ വളരെയധികം പ്രയാസത്തിലൂടെ ലോകം എങ്ങും ചെന്നാൽ കൊല്ലും എന്ന് പറയുന്ന ഭീഷണിയിൽ കിടക്കുമ്പോൾ അന്നുണ്ടായിരുന്ന നാട്ടുരാജാക്കന്മാർ അവർ യഹൂദന്മാരെ കരുതി. നിങ്ങൾ ഇന്നും സിനഗോഗിൽ, മട്ടാഞ്ചേരി സിനഗോഗിൽ പോയി കണ്ടാൽ അവിടെ എഴുതിയിട്ടുണ്ട്, വൈകുന്നേരം 6 മണി കഴിഞ്ഞ് യഹൂദന്മാർ വെളിയിൽ ഇറങ്ങരുത്. അവരെ ഉപദ്രവിക്കുന്നവർ ഡെത്ത് പണിഷ്മെൻ്റ് ആയിരിക്കും അവർക്ക്. അവരറിഞ്ഞോ അറിയാതെയോ വിതച്ചത് നമ്മുടെ തലമുറയിലേക്ക്. സോ ഐ എം എക്സൈറ്റഡ്. ഞാനിത് പറയുന്നതെല്ലാം ഇസ് സംതിങ് വിച്ച് ഹാപ്പൻഡ് ടു മീ ടുഡേ. ഇന്ന് വചനത്തിലോട്ട് കയറുമ്പോൾ ആ കയറുന്ന സമയത്ത് ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഈ സമയം കണ്ടെത്തി കണ്ടുകൊണ്ടിരിക്കുന്നവർ
ഇത് കഴിഞ്ഞിട്ട് സമയമുള്ളപ്പം കാണേണ്ടിവരല്ല, ഇന്ന് ഇപ്പോൾ ലൈവ് കാണുന്നവരോട് ഞാൻ പറയുന്നത്, യു വിൽ ബി അമേസ്ഡ്. You will be amazed when the new season has started. A season that unusual favors, unusual wealth, unusual. എന്ന് പറഞ്ഞാൽ, I don't know whether I will preach it tomorrow, but it is going to be slaves becoming heirs. അടിമനുഗത്തിൽ കഴിഞ്ഞവർ വാഴുന്നവരായി മാറി. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും വീണ്ടെടുത്ത യേശു ക്രിസ്തു നിമിത്തം, സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവേ, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടണം. അങ്ങയുടെ രാജ്യം സ്വർണത്തെ, വെള്ളിയെ, ഓയിൽ, ക്രൂഡ് ഓയിൽ, എന്തിനെല്ലാം സൃഷ്ടിച്ചവനായവൻ നമ്മളെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ അനുവാദം തന്നു ക്രിസ്തു മുഖാന്തരം. നിന്റെ നാമം വാഴ്ത്തപ്പെടണം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഹലോഡ് ബി ദൈ നെയിം. വാട്ട് വാസ് ദാറ്റ് നെയിം? ആ നാമം ഏത് നാമമായിരുന്നു? യേശുവിൻ്റെ നാമം അന്ന് വെളിപ്പെട്ടിട്ടില്ല. യേശുവിൻ്റെ നാമത്തിൽ അന്ന് ശക്തിയില്ല. എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന അധികാരം യേശുവിൻ്റെ നാമത്തിൽ ഉയർത്തെഴുന്നേറ്റ യേശു പറഞ്ഞു, എൻ്റെ നാമത്തിൽ നിങ്ങൾ പോകണം. അന്ന് പിന്നെ ഏത് നാമമായിരുന്നു? ആ നാമത്തിൻ്റെ പേരാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ഹീ ഈസ് ദ കംപ്ലീറ്റ്നെസ് ഓഫ് എവറിഥിങ്. എല്ലാത്തിൻ്റെയും പരിപൂർണതയാണ്. അങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഐ ക്യാൻ ഫീൽ സച്ച് എ പവർഫുൾ പ്രസൻസ്, സച്ച് എ പവർഫുൾ അനോയിൻറ്റിങ് ദാറ്റ് ഓരോ കണ്ടുകൊണ്ടിരിക്കുന്ന, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം, ഇന്ന് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ, എനിക്കിപ്പം വേണേൽ കിടന്നുറങ്ങാം. വാസ്തവത്തിൽ ഞാൻ ഉറങ്ങേണ്ട സമയമാണ്. പക്ഷേ I was so excited. ഞാൻ രഞ്ജു ബ്രദറിനോട് ഞാൻ പറഞ്ഞു, റിപ്പീറ്റ് റെഡിയാക്കിക്കും. ബട്ട് ഐ വാസ് സോ എക്സൈറ്റഡ് ടു ഷെയർ ദിസ് വിത്ത് യു, ദാറ്റ് അവൻ്റെ നിറവിൽ നിന്നും, ഞാനാകുന്നവൻ്റെ നിറവിൽ നിന്നും, ആൻഡ് ഐ വിൽ ടെൽ യു, വെർ എവർ ദർ ഇസ് എ മെസ്, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നിയന്ത്രണം വിട്ട് നിങ്ങൾക്ക് എന്നാ ചെയ്യാൻ പറ്റുമെന്ന് വ്യാകുലതയോടെ ഇരിക്കുന്നവരോട് ഞാൻ പറയാം, ആ ശൂന്യതയിൽ, ആ ഇല്ലായ്മയിൽ, ആ ഇരുട്ടിൽ എന്നെ ചെയ്യാൻ മേലാതായിരിക്കുമ്പോൾ, ഞാനാകുന്നവൻ കാൽച്ചോടുകൾ വെച്ച് ഇരുട്ടിനെ കണ്ട് അതിന് വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചവൻ്റെ ശബ്ദം, ആ ഞാനാകുന്നവൻ്റെ ശബ്ദം നിങ്ങളുടെ ജീവിതങ്ങളിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ശുശ്രൂഷയിൽ, നിങ്ങളുടെ സമ്പത്തിൽ, നിങ്ങളുടെ എല്ലാ മേഖലകളിലും court cases will be turned for your favor. I don't know why, but take it as a prophetic word for tonight. ഇന്ന് വൈകുന്നേരം എന്നെ ലോകമെമ്പാടും ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണ്, പിന്നീട് കാണാൻ പോകുന്നവർക്കല്ല ഇത് ഞാൻ പറയുന്നത്. നിങ്ങൾ സമയം കണ്ടെത്തി ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഇതെല്ലാം പറയുന്നത്. And what touched me was, I'll tell you a word. And that was from Isaiah 41, 41:18. I will open rivers in desolate heights. ഉണങ്ങി വരണ്ട കിടക്കുന്ന ഹൈറ്റ്സിൽ നിന്നും, ഹൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അധികാരസ്ഥാനം, പ്രിൻസിപ്പാലിറ്റീസ്, പവേഴ്സ് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഇരുട്ടിൻ്റെ സമ്പാദ്യം വെളിച്ചത്തിലേക്ക് മാറുന്ന വർഷമായി 2025. ആർക്കാന്നും ഇവിടെ പറയാം, ക്രിസ്തു യേശുവിനോട് കൂടെ യേശുവിൻ്റെ നിറവിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു കൂട്ടർക്ക് വേണ്ടി. ഔട്ട് ഓഫ് ഹിസ് ഫുൾനെസ്, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? Isaiah 41:18. ഇന്ന് as you are watching, I pray, I literally pray and prophetically, look, I am a man of God. ഞാൻ കർത്താവിൻ്റെ ഒരു എളിയ ശുശ്രൂഷകനാണ്. പക്ഷേ ചില സമയത്ത് ദ ഹോളി സ്പിരിറ്റ്, പിതാവ്, എന്നിലിരിക്കുന്ന പിതാവ് ഒരു വാക്ക് പുറപ്പെടുവിക്കുമ്പോൾ അത് ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാകും. ആൻഡ് ടുഡേ ദിസ് വേർഡ് ഈസ് ഫോർ യു. I will open rivers in desolate heights. I will open
rivers in desolate heights. Desolate എന്ന് പറഞ്ഞാൽ വിജനമായ സ്ഥലം, ആ പ്രതീക്ഷിക്കാത്ത സ്ഥലം, ഉയരങ്ങളിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ ട്രാൻസ്ലേഷനിൽ എങ്ങനെയാണെന്ന് പറയാം, ഡെസലേറ്റ് ഹൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാത്ത അധികാരസ്ഥാനത്തിരിക്കുന്നവർ അനുകൂലമായി തീരും. നീർ ഉറവുകൾ, അൺയൂഷ്വൽ, ദിസ് ഈസ് എ ഫേവർ that will flow into your life. യേശുവിൻ്റെ നാമത്തിൽ അത് ഇന്ന് ഏറ്റെടുക്കുന്നവർ, വീട്ടിലിരുന്ന് കേൾക്കുന്നവർ, വാഹനത്തിലിരിക്കുന്ന കേൾക്കുന്നവർ, ഒരു ആർപ്പുവിളിയോട് യേശുവേ എന്നൊന്ന് വിളിച്ചേ. ഞാനാകുന്നവൻ, ഞാനായവൻ, ആ നാമം നമ്മുടെ തന്നിരിക്കുക. ഇറ്റ് വാസ് ദ ഐ ആം, ആൻഡ് ദി ഐ ആം is going to step into your mess and make you a message for the future generation. Believe me, I am so excited. I again want to tell you, and this is a statement, the I am will step into your mess and make you a message for the nations of the world. That is how prosperous and favored you will be from the desolate site. എന്ന് പറഞ്ഞാൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത, ഇതുവരെ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഉന്നത അധികാരസ്ഥാനത്തിൽ, അത് എവിടെ നിന്നാണെങ്കിലും I will open rivers. ഒരു നദിയല്ല, നദികൾ ഞാൻ തുറക്കും. In desolate heights and fountains in the midst of the valley. താഴ്വരയിൽ നീരോറവുകൾ. Already I can feel the fire of the Holy Spirit really stirring me up. The fire of the Holy Spirit really stirring me up. Take it as a word directly from the throne of grace. Take it as a word. It's a prophetic word for today. Those who have given up hope, those who have messed up in life, let me tell you, when you mess up, the I am steps into your messed up situation and makes you a witness or a message to the world that he is able to do exceedingly abundantly more than you can ask or ever think. And that is what rivers will open from desolate heights. Mazikene handuru shabalabasikhama ramdhalabala sikhi. In Jesus' name. And fountains in the midst of, I will make the wilderness a pool of water and dry land the springs of water. I will plant wilderness, the cedar and acacia and the myrtle and the olive tree. I will set the desert and the cypress tree and the pine and the box tree. ഇതെല്ലാം എവിടെയാണ് നടക്കുന്നതെന്നും കൂടെ പറയാം. അതിൻ്റെ തുടങ്ങുന്നത് 10ാമത്തെ അധ്യായത്തിൽ 10ാമത്തെ വാക്യത്തിൽ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാനാണ് നിൻ്റെ ദൈവമാകുന്നത്. നിൻ്റെ നീതി, എൻ്റെ നീതിയുള്ള വലൻ കൈ, നിൻ്റെ കൈ പിടിച്ച് ഞാൻ നടത്തും. വൈ? ബിക്കോസ് യു ആർ ഇൻ എ മെസ് ആൻഡ് ഹി ഈസ് ഗോയിങ് ടു ഹോൾഡ് യു ആൻഡ് മേക്ക് യു എ threshing sledge. Behold, I will make you a new threshing sledge with a sharp teeth. Masi Kadeyanthora. Just shout his wonderful name. Shout his wonderful name. നിങ്ങൾ ഇരിക്കുന്നിടത്ത് ലജ്ജ കൂടാതെ, നിങ്ങളുടെ ഭവനത്തിലായിരിക്കാം, നിങ്ങളുടെ കാറിലായിരിക്കാം, യേശുവേ എന്നൊരൊറ്റ വിളിയിൽ ദി ഐ ആം വിൽ സ്റ്റെപ്പ് ഇൻ. ഇന്ന് ഏതൊക്കെ ടൈം സോണിലാണോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇപ്പം UK ഞാൻ സംസാരിക്കുമ്പോൾ 3 മണിക്കാണ്, നിങ്ങളുടെ നാട്ടിലാണ് 8:30, ന്യൂസിലൻഡിലാണെങ്കിൽ, ഓസ്ട്രേലിയയിലാണെങ്കിൽ വെളുപ്പിനെയാണ്. പക്ഷേ ഏത് സമയത്താണേലും ദി ഐ ആം ഹു ക്രിയേറ്റഡ്, ദ ക്രിയേറ്റഡ് വൺ, the created one, the one who creates is going to open up desolate heights-il നിന്നും, ഒന്നും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നും. I don't know, this is someone who is desperate. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രതീക്ഷയില്ലാത്ത വഴികൾ തുറക്കപ്പെടും. നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി പ്രതീക്ഷിക്കാൻ കഴിയാത്ത മേഖലകളിൽ നിന്നും സഹായങ്ങൾ വരും. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ സമ്പത്തിൽ, നിങ്ങളുടെ ആരോഗ്യത്തിൽ. I will open. Isaiah 41:18, I will open. It starts by saying,
ഫിയർ നോട്ട്, ഐ ആം വിത്ത് യു. അത് പറയുന്ന ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ച് നോക്കണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ആൻഡ് ആ ദൈവത്തിൻ്റെ നാമം, സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ, നിൻ്റെ നാമം വാഴ്ത്തപ്പെടുന്നു. ഏത് നാമം? ഞാനാകുന്നവൻ ഞാനാകുന്നു. ഭൂമി പാഴും ശൂന്യമായിരുന്നപ്പോൾ അതിൻ്റെ നടുക്കോട്ട് കാൽ വെച്ച് പ്രവേശിച്ച് വെളിച്ചമുണ്ടാക്കിയവൻ ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ തലമുറയുടെ നന്മത്തിൽ എവിടെയും. I am excited. And ഇന്നത്തെ മെസ്സേജ്, again I want to tell you, is not, ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് ദേഷ്യം വന്നേക്കാം, നിങ്ങൾക്ക് പ്രയാസം വന്നേക്കാം. I'm not, but it is from my heart that I am saying. ഇന്നത്തെ മെസ്സേജ്, ഈ വചനം ഇത് കഴിഞ്ഞിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടിയല്ല, ഇന്ന് സമയം ഉണ്ടാക്കി കാണുന്ന ഓരോരുത്തർക്കും വേണ്ടി. ഇറ്റ് ഈസ് എ വേർഡ് ഓഫ് പ്രോഫസി. ആൻഡ് ലെറ്റ് മീ ടെൽ യു, ഈ വേർഡ് ഓഫ് പ്രോഫസി വിൽ ക്രിയേറ്റ് ഡ്രൈ ബോൺസ് ഇൻ ടു അൻ ആർമി. ഉണങ്ങി ചെതറിക്കിടക്കുന്ന അസ്ഥികളെ ഒരു സൈന്യമായി എഴുന്നേൽപ്പിക്കുന്നത് പോലെ, അൺയൂഷ്വൽ ഡെസൊലേറ്റ് ഹൈറ്റ്സ്, ഇതുവരെ ഉയരത്തിൽ നിന്നും എന്ന് പറഞ്ഞാൽ അധികാര സ്ഥാനങ്ങളിൽ നിന്നും എല്ലാം പ്രതികൂലമായിരുന്നു, അതിന് മുഴുവൻ നീരോറവകൾ, റിവേഴ്സ്. എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ, കർത്താവ് ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ അങ്ങ് സ്നേഹിക്കുന്ന പിതാവാ, അങ്ങേക്ക് മതമില്ല, അങ്ങേക്ക് ജാതിയില്ല, അതിനതീതമാ, അങ്ങ് സ്നേഹമാ, അങ്ങ് അപ്പനാ. വീണ്ടും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്, അബ്ബ പിതാവെ എന്ന് വിളിക്കുന്ന സ്വപുത്രത്വത്തിൻ്റെ ആത്മാവ്. ആൻഡ് വി ആർ യുവർ ചിൽഡ്രൻ, ലെജിമേറ്റ് ചിൽഡ്രൻ, അഡോപ്റ്റഡ് ഇൻ ടു ദ ഫാമിലി. ഇന്ന് ഞാൻ വീണ്ടും ഭാരതത്തെ നോക്കിക്കൊണ്ട്, നമ്മുടെ ഭാരതത്തെ നോക്കിക്കൊണ്ട് പ്രവചിക്കുകയാണ്, ഇതുവരെയും കണ്ടിട്ടില്ലാത്ത നിലയിൽ. ബാക്കി മുഴുവൻ സാമ്രാജ്യങ്ങളും എക്കണോമി പലയിടത്തും തകരും, പക്ഷേ ഭാരതം കുടഞ്ഞെഴുന്നേൽക്കും. കാരണം ഇതുവരെ ഭാരതം വരെ ആരെയും അടിമപ്പെടുത്തിയിട്ടില്ല, അടിമപ്പെടുത്തിയിട്ടേ ഉള്ളൂ. പക്ഷെ മിസ്രയിൽ നിന്നും ഇസ്രായേൽ ഇറങ്ങിയതുപോലെ ഭാരതം കുടഞ്ഞെഴുന്നേൽക്കാൻ പോവുക. ഇറ്റ് ഈസ് സംതിങ് അമേസിങ് ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. സഭകളോട് ഞാൻ പറയാം, ഗെറ്റ് സീരിയസ് വിത്ത് യുവർ കോളിംഗ്. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പിനെ അധികമായി സ്പഷ്ടമായി നോക്കണം. ഇതിനെ മറ്റൊരു ഇന്നർ ചേമ്പറായിട്ട് കാണരുത്. ദിസ് ഈസ് എ ഡയറക്റ്റ് I would say direct message from the throne of grace. Direct message. I don't know why I am saying this, but I know it is going to happen. The I am is complete. I am. ഞാനാകുന്നു. അതാ നാമം. ആ നാമം എല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് ഉച്ചരിക്കാൻ പറ്റാവുന്ന ഒരു നാമം തന്നു യേശു. അതെല്ലാവർക്കും വേണ്ടിയാണ്, ക്രിസ്ത്യാനികളുടെ കുത്തകയല്ലത്, എല്ലാവർക്കും വേണ്ടിയാണ്. യേശു എന്നൊരൊറ്റ വിളിയിൽ ഇന്ന് നിങ്ങളുടെ ഭവനത്തിൽ, വണ്ടിയിലായിരിക്കട്ടെ, കാണുന്ന എവിടെയാണേലും യേശുവേ എന്നൊരൊറ്റ വിളി, യേശു എന്ന് വിളിച്ചാൽ, തങ്കുബ്രദർ എന്ന് വിളിച്ചാൽ തങ്കുബ്രദറാണ് മറുപടി പറയുന്നത്. യേശു എന്ന് വിളിച്ചാൽ യേശു ആ ഇരുട്ട്, ആ തകർച്ച, ആ മെസ്സിനകത്ത് കാല് വെച്ച് പ്രവർത്തിക്കാൻ ആരംഭിക്കും. Isn't it amazing? Isn't it amazing? I was not going to say this. ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാം. 2025 യേശു ക്രിസ്തുവുമായിട്ട് കൂടെ നടക്കുന്നവർക്ക്, അലൈൻഡ് ആകുന്നവർക്ക്, ഇറ്റ് വിൽ ബി റിഫ്രഷിങ്. ഞാനിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പം മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു കൊള്ളുക, എന്നാൽ കർത്താവിൻ്റെ സന്മുഖത്തിൽ നിന്നും ആശ്വാസകാലങ്ങൾ എന്ന അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിക്കുക. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ. ആശ്വാസകാലം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട കാലങ്ങൾക്ക് പകരമായി റിഫ്രഷ്ഡ് ആകുക. ഞാൻ ഈ യാത്ര ചെയ്ത് വളരെ ക്ഷീണിച്ചാണ് വന്നത്.
അതിൻ്റെ കൂട്ടത്തിൽ വയറ്റിന് അസ്വസ്ഥത. ഐ വാസ് ടയേർഡ്. രാവിലെ രാത്രി ശരിക്കും ഉറങ്ങിയില്ല. രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് അനിയോട് പറഞ്ഞു, ഞാൻ കുറച്ച് നേരം കൂടെ ഉറങ്ങാൻ പോവാം. ബട്ട് വാട്ട് ഹാപ്പൻഡ്? നഷ്ടപ്പെട്ട ഊർജം, നഷ്ടപ്പെട്ട എനർജി കർത്താവ് തിരിച്ചറിയുക. അതിൻ്റെ പേര് റെസ്റ്റോറേഷൻ. ആൻഡ് ദിസ് റെസ്റ്റോറേഷൻ 2025 ഈസ് ഔട്ട് ഓഫ് ഹിസ് ഫുൾനെസ്, അവൻ്റെ നിറവിൽ നിന്നും. ആൻഡ് ആ നിറവിൽ നിന്നും പുറപ്പെടുമ്പോൾ എൻ്റെ ജോലിയാണ് ആ നിറവിൻ്റെ അകത്തോട്ട് പ്രവേശിക്കാൻ. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയ്ക്കകത്ത് വിശ്വാസം മൂലം പ്രവേശനം ലഭിച്ചു എന്ന് റോമർ 5:2 പറയുന്നത് പോലെ, യേശുവിൻ്റെ നാമത്തിൽ ഐ റിയലി ആം പ്രേയിങ്. ഇന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക. വെളിച്ചം കാണാതെ കുഴഞ്ഞിരിക്കുക എന്ന് പറയത്തില്ലേ, ആ കുഴച്ചിലിനകത്ത് ഞാനാകുന്നവൻ്റെ കാൽച്ചൂടുകളിൽ നിന്ന് കേൾക്കും. ആര് പറഞ്ഞു നിങ്ങൾ നഗ്നരാ? ആര് പറഞ്ഞു നിങ്ങൾക്ക് ആരുമില്ലെന്ന്? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. നിന്നോട് വാദിക്കുന്നവർ അമ്പരന്ന് പോകും, അവർ നശിച്ചില്ലാതെയായിത്തീരും. പക്ഷെ തിരിഞ്ഞ് ഞാൻ നിന്നെ മൂർച്ചയുള്ള ഒരു മെതിവണ്ടിയാക്കും. ആ മെതിവണ്ടിയുടെ ജോലി, ഹി വിൽ ഓപ്പൺ ഹൈറ്റ്സ്. Isn't it beautiful? Isn't it glorious? Now, ഇത് I'm so filled with the presence and power of the Holy Spirit. നാളെ ക്രൈഡ് ഇവൻറ്റിൻ്റെ ഒരു ടേസ്റ്റാണ് ഇന്ന്. കൂടാതെ അടുത്ത 8 9 ആരും ഹെവൻലി ഫീസിലെ ഒരു സഭയിലും ആരും കാണരുത്. എല്ലാവരും ബർമിംഗ്ഹാമിൽ വരണം. വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത്. ഇന്നർ ചേംബർ കുടുംബാംഗങ്ങളെ വിളിച്ചുകൊണ്ട് വരണം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിളിച്ചുകൊണ്ടിരിക്കണം. ബെൻ ഈസ് ഗോയിങ് ടു മിനിസ്റ്റർ, റോണക് ഈസ് ഗോയിങ് ടു മിനിസ്റ്റർ, ആൻഡ് ഇറ്റ് വിൽ ബി ക്യുമുലേഷൻ ഓഫ് ഓൾ ദ 5-fold ministry. Now, what a promise. And I will tell you, ഞാൻ ഇന്ന് തുടങ്ങാനിരുന്നത് എവിടെ അവസാനിപ്പിച്ചത്, ദാറ്റ് ഈ മനസ്സിൻ്റെ അകത്ത് വീണ്ടും ഈ വചനം ദൈവശബ്ദം ഇതിനകത്തിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇതൊരു അച്ചടിച്ച കടലാസും, this is not just paper and ink. This is words. ജീവൻ്റെ വെളിച്ചം. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം. Into your mess, He will step in and make you a message for the coming generations. Into your mess. അതാ ദൈവരാജ്യം. ലോകത്തിൽ നിങ്ങളൊരു സെലിബ്രിറ്റി ആകുമ്പോൾ ആൾക്കാർക്ക് നിങ്ങളുടെ വേണ്ടിയത്. പക്ഷെ എൻ്റെ നാഥൻ അങ്ങനെയല്ല. തന്നിൽ ഏകാഗ ചിത്തന്മാർക്ക് തന്നെത്താൻ ബലവാൻ എന്ന് തെളിയിക്കുവാൻ തൻ്റെ കണ്ണ് ഊഴാടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, ഇന്ന് ഈ മെസ്സേജ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും മനുഷ്യരിൽ ആശ്രയിക്കരുത്, ഇവിടെ അവിടെ ആരെ ആശ്രയിക്കരുത്. ബട്ട് ഫോക്കസ് on the one who created you, and his name is I am. ഞാനാകുന്നവൻ. Meaning he is complete forever. Out of that fullness, എൻ്റെ ദൈവമോ നിങ്ങളുടെ സകല ആവശ്യങ്ങളും തൻ്റെ ധനത്തിൽ നിന്നും എന്ന് പറഞ്ഞാൽ, out of that I am. He made gold, he made silver, he made oil, he made everything, and he is your daddy. ദൈവത്തിൻ്റെ അവകാശിയും ക്രിസ്തു മുഖാന്തരം കൂട്ടവകാശി. ഐ വോണ്ട് ടു ഷൗട്ട് റിയലി. ഇത് ഹോട്ടൽ മുറി ആയതുകൊണ്ട് I want to shout and say, Abba. I want to shout and say, Jesus. I want to shout and scream and say, my I am, the El Shaddai, the Almighty One. His kingdom come on earth
ഒരു രാജ്യം വരുന്നത് വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോകാനല്ല, പിടിച്ചെടുക്കാനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവരാജ്യം വരുമ്പോൾ ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ തൊട്ടേച്ച് പോകാനായിട്ടല്ല. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടേച്ച് പോകുന്ന ദൈവമല്ല, നിങ്ങളുടെ കൂടെ വസിക്കുവാൻ. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ പിതാവ് നിങ്ങളിൽ സ്നേഹിക്കുന്നു, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഞങ്ങളുടെ വാസസ്ഥലമാക്കും. A kingdom comes to stay, not to visit. A kingdom comes to stay, not to visit. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ അഗ്നി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി അമേസിങ്. ചിലർ യു വിൽ നോട്ട് ബി ഏബിൾ ടു സ്റ്റാൻഡ്, യു വിൽ ഫോൾ ഡൗൺ, യു വിൽ ഹാവ് എ സൂപ്പർ natural encounter right now as I am talking to you, because I know I am enjoying something unusual. I am enjoying something very, very unusual. I will open rivers in desolate heights. I will open rivers in desolate heights. Hallelujah. Hallelujah. കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളിലും let the glory fall. Let the fire fall. ഇരുട്ട്, ഞാൻ എന്നാ ചെയ്യേണ്ടത്, എൻ്റെ ഭാവി എന്തായി തീരും, എനിക്ക് ഇത്രയും പ്രായമായി ഭാരപ്പെട്ട് കാണുന്നവരുണ്ട്. Blessed be the name of Jesus Christ. He will step into your messed up life and make you a message for the future. This is a story of all messed up people and later became a message for the world. This is a whole book of messed up people. മോശ മുതൽ അബ്രഹാം മുതൽ എല്ലാവരുടെയും കഥ നോക്കിക്കോ. അവരുടെ ജീവിതം മുഴുവൻ വാസ് മെസ്ഡ് അപ്പ്. ബട്ട് ദെൻ ഹി അപ്പിയർഡ് ഇൻ ദാറ്റ് ബുഷ് ഓഫ് ഫയർ. ദെൻ ഹി അപ്പിയർഡ് ആൻഡ് സെഡ്, എബ്രഹാം, ഞാനാകുന്നവൻ, ഞാൻ നിന്നെ ബഹുസമ്പന്നനാക്കും. പൗലോസേ, നീ എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നത്? നീ ഒരു അപ്പോസ്തലനാകാൻ പോകുന്നു. ഇന്ന് പകൽ രാത്രി ഏത് സമയമാണോ ലോകത്തിൽ എവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുവോ, യുവർ ലൈഫ് ഈസ് നെവർ ഗോയിങ് ടു ബി ദ സെയിം ഇഫ് യു ബിലീവ്. നിങ്ങളിത് വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ഒരിക്കലും ഇന്നത്തെ അവസ്ഥയിലല്ലായിരിക്കും. ആൻഡ് I tell you, in these 3 months, another 1 മാസം പോയി, in 2 months, in these days, in these weeks, you will see something amazing and you will shout and say, നിങ്ങൾ ആർത്ത് വിളിച്ചു പറയും, ഇത് കർത്താവിനാൽ സംഭവിച്ചു, എൻ്റെ കണ്ണിൽ ആശ്ചര്യം. ഈ ഞാനാകുന്നുവെന്ന് പറയുന്നവൻ, he wants to come into and dwell. അത് അവൻ്റെ നിറവിൽ നിന്നും കൃപയ്ക്ക് വേണ്ടി കൃപ നമുക്ക് എല്ലാവർക്കും നൽകപ്പെട്ടിരിക്കുന്നു. Now, this is flowing, keeping on flowing. ഈ സ്രോതസ് കുറയത്തില്ല. പക്ഷെ ഈ പാനപാത്രം, ഈ മൺകൂടാരം യേശുവിൻ്റെ കൂടെ നടക്കണം. അങ്ങനെയാണെങ്കിൽ യു വിൽ ബി സോ ഫുൾ ഫ്രഷ്. അതാ these days when I am speaking, it is accumulating one after the other to greater level. Share this message to everybody today, all your friends. Now,
ഹബക്കൂക്ക് പ്രവചനം ഇതിനകത്തെ ഹോശിയ പ്രവചനത്തിനകത്ത് ഇറ്റ് ഈസ് സേയിങ്, മൈ പീപ്പിൾ perish. My people are destroyed for the lack of knowledge. എൻ്റെ ജനം, വേറെ ആളുടെ കാര്യമൊന്നുമല്ല, നിങ്ങളുടെയും എൻ്റെ കാര്യമായി പറയാം. എൻ്റെ ജനം മുമ്പേ നമ്മൾ ആരും എൻ്റെ എന്ന് പറയാനായിട്ട് ദൈവത്തിൻ്റെ അല്ലായിരുന്നു. ക്രിസ്തു മുഖാന്തരം എൻ്റെ ജനം നശിക്കുന്ന എവിടുന്ന? lack of knowledge. I want to flow in the prophetic. I am in a prophetic mood today. I want to really flow in the prophetic. വീണ്ടും പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണങ്ങി ചെതറിക്കിടക്കുന്ന അസ്ഥികളോട് നിങ്ങൾ പ്രവചിക്കുമ്പോൾ, ഉണങ്ങി ചെതറിക്കിടക്കുന്ന നിങ്ങളുടെ കുടുംബജീവിതം, നിങ്ങളുടെ തലമുറയുടെ ജീവിതം, നിങ്ങളുടെ സമ്പത്ത് ചെതറി ഇനിയും രക്ഷയില്ലെന്ന് പറയുമ്പോൾ, ഞാൻ ശൂന്യമായ ഡെസലേറ്റ് ഹൈറ്റിൽ നിന്നും നദികൾ ഒഴുകും. And when it comes, it washes everything. അത് ഒഴുകാൻ തുടങ്ങുമ്പോൾ അതിനെ എല്ലാം പൊട്ടിക്കുന്നതാണ്. ആൻഡ് ഇന്ന്, ആർ യു willing to walk with God? Are you willing to say to the I am willing? And the moment you say, I cannot even ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചതല്ല ഇവിടെ ഇരുന്ന്, ബട്ട് സംതിങ് ഇസ് അമേസിങ് ഹാപ്പനിങ് എല്ലായിടത്തും. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു പബ്ലിക് പ്ലേസിലാണ്, അല്ലെങ്കിൽ ഞാനിവിടെ കാർവി തന്നെ. ആൻഡ് ദീസ് ആർ എൻകൗണ്ടേഴ്സ് വിച്ച് ഐ റിയലി ലവ്. ദീസ് ആർ മൈ പേഴ്സണൽ എൻകൗണ്ടേഴ്സ് വിത്ത് ജീസസ്. നാളുകളായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു മറുപടി വരാത്ത സ്ഥാനങ്ങളിൽ നിന്നും, ഡെസലേറ്റ് ഹൈറ്റിൽ നിന്നും നിങ്ങൾ ഉപേക്ഷിച്ച് കാണും. You are going to receive this coming 10th മുമ്പ് some things will happen. Just because ഞാൻ പറഞ്ഞുകൊണ്ടല്ല, you trusted the I am, the El Shaddai, the Creator, the Almighty One. But my people, എൻ്റെ ജനം, my people. Look how personal God is talking. എന്തൊരു പേഴ്സണലായിട്ടാണ് കർത്താവ് എടുക്കുന്നത്. My people are destroyed because of the lack of knowledge. ഞാൻ എന്താ പറയേണ്ടത്? 2025 will be opening of doors which you have never even thought of. ഈ ഡോഴ്സ് എന്ന് പറയുന്നത് സാധാരണ വാതിലല്ല. ഇറ്റ് വിൽ ബി വോൾട്ട്സ്, സേഫുകൾ. ആൻഡ് ദ വെയ്റ്റ് ഓഫ് ദ ഗ്ലോറി യു വോണ്ട് ബി ഏബിൾ ടു കണ്ടെയ്ൻ. ദൈവ സാന്നിധ്യം പല നാമത്തിലും അറിയും. ആൻഡ് ഐ എം ടോക്കിംഗ് അബൌട്ട് ദ കവോത്ത്. അവൻ്റെ നിറവിൽ നിന്നും, യേശുവിൻ്റെ നിറവിൽ നിന്നും, ദ കവോത്ത് ഗ്ലോറി വെൻ ഇറ്റ് കംസ്, ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ഓപ്പണിംഗ് എ സേഫ് ഫോർ എൻ അൺലിമിറ്റഡ് റിസോഴ്സ്. അഗെയിൻ, ഇന്ന് വീണ്ടും ഞാൻ പറയാം, I will open rivers in desolate heights.
Now, ദൈവത്തിൻ്റെ ഹൃദയം ഒന്ന് നോക്കിക്കേ. God, the Almighty One, is pouring His heart upon you. ഹൃദയം പകരുന്നുകൊണ്ട് പറയാ, എൻ്റെ ജനം ജ്ഞാനമില്ലാതെ നശിച്ചു. നിങ്ങളും ഞാനും, God is very possessive for us. ഇത് പറയുമ്പം ചിലർക്കിത് മനസ്സിലാകത്തില്ല. ദൈവത്തിന് ഭയങ്കര പൊസസീവ്നെസ്സാണ് നമ്മളെക്കുറിച്ച്. സിയലസ് എന്നാണ് പറയുന്നത്. എൻ്റെ പൂർണ്ണ ഹൃദയം, പൂർണ്ണ സ്നേഹം യേശുവിന് വേണം. അതിനകത്ത് വേറെ ആർക്കും ഒരു സ്ഥാനമില്ല, ഒന്നിനും സ്ഥാനമില്ല. അതാ ഈ എഫീഷ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ തിരഞ്ഞെടുത്തു സ്നേഹത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകുവാൻ. സ്നേഹത്തിൽ വിശുദ്ധി എന്ന് പറഞ്ഞാൽ, സ്നേഹത്തിൽ വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ഈ സ്നേഹം വേറെ ആർക്കും കൊടുക്കത്തില്ല. നിഷ്കളങ്കത ഇങ്ങോട്ട് കിട്ടുന്നതല്ല, അങ്ങോട്ട് എന്നാ ഇനിയും ചെയ്യാൻ പറ്റും. ഞാൻ എന്നാ പറയേണ്ടി, ഐ ആം ഡം ഫൗണ്ട് എന്ന് പറയാം. മലയാളത്തിൽ എന്താ അന്ന് വാക്കിൽ എനിക്കറിഞ്ഞൂടാ. That such a powerful time as such is opening for everyone who wants to become a witness and a display of God's glory. Again, I want to say, this is the time when God wants to display you as a reflection of His glory. പക്ഷേ if you don't know this, ഇതറിയുന്നില്ലെങ്കിലോ, because you have rejected knowledge, എൻ്റെ ജനം നശിക്കുക. They are rejecting this knowledge. I also reject you from being a priest for me, because you have forgotten the law of God, and I also will forget your children. Of course, എൻ്റെ later വാക്കുകൾ നമുക്ക് വേണ്ടിയുള്ള because അവിടെയായി യേശു കയറി വന്നേ. And He said, I will never leave you nor forsake you. എൻ്റെ ജനം, അഥവാ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ജനം. ഞാൻ ഗുജറാത്തിൽ പോയപ്പം എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞു. 10,000 ആൾക്കാർ ക്രിസ്ത്യാനികളാണ്, എന്നാൽ യേശുവിനെ അറിയത്തില്ല. അവരെങ്ങനെ ക്രിസ്ത്യാനികളായെന്ന് എനിക്കറിഞ്ഞൂടാ. ഇറ്റ്സ് നോട്ട് ഒരു ഈ ചിലരൊക്കെ, ഐ ഡോണ്ട് നോ സേ ദിസ് ബിക്കോസ് ഇറ്റ് ഈസ് സോ ഗെറ്റിംഗ് സോ പവർഫുൾ. ദൈവത്തിൻ്റെ മഹത്വമേറിയ സാന്നിധ്യം, the knowledge, He will not reject you, but He wants you to have knowledge. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന സെക്കൻഡ് ഹാഫ് ഇസ് റിജക്റ്റിംഗ്. ഐ വിൽ റിജക്റ്റ് യു ചെയ്തില്ല, ബിക്കോസ് യേശു ഇടയ്ക്ക് കയറുക. Put Jesus in every equation of yours, and believe me, you will be a champion of life. You will be champion in everything that you do. You will be a champion and a light to the whole world. I don't know how to explain. എനിക്ക് പറയാൻ പറ്റാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ അതിശക്തമായ മഹത്വം
എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുക. This one word, I will open rivers in high places, in high places. Let it happen now in the name of Jesus. Let it happen now. Let it happen now. In the name of Jesus, യേശുവിൻ്റെ നാമത്തിൽ. I don't know how to explain, I don't know how to say it, but we are going to pray. അതാ പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നത്. അവൻ്റെ ദിവ്യശക്തിയാൽ ജീവനും ഭക്തിക്ക് വേണ്ടി സകലതും നമുക്ക് ദാനമായി തന്നു കഴിഞ്ഞിരിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും, യേശു എന്ന് വിളിച്ച ഓരോരുത്തരും, യു കനോട്ട്, നിങ്ങളുടെ ജീവിതം പരാജയമാകത്തില്ല. നിന്നോട് വാദിക്കുന്നവൻ അമ്പരന്ന് പോകും. നിങ്ങളല്ല വാദിക്കേണ്ടത്, നിങ്ങളല്ല പ്രതികരിക്കേണ്ടത്. നിങ്ങൾ മാറിക്കേ. പ്രതികരിക്കേണ്ടവൻ പ്രതികരിച്ചോളൂ. And when he steps in, you will see something mighty. When he steps into the equation changes. He is our hero. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ I was just typing, Jesus is my hero. And the word is her plus 0. The bride of Christ, when she becomes 0, he becomes the hero and says, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ച് നോക്കണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ പുതിയത് മെതിവണ്ടിയായി മാറ്റും, പുതിയ പല്ലുള്ള മെതിവണ്ടി. And then he says, I will open rivers in high places. മരുഭൂമിയിലല്ല, ഉയരത്തിൽ നിന്നും. ഹൈ പ്ലേസസ് എന്ന് പറഞ്ഞാൽ, ഇൻ ഹൈ എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഹു ആർ ഇൻ അതോറിറ്റി വിൽ ഫ്ലോ ഫേവർ ആൻഡ് ഗ്ലോറി and wealth and every good thing that you have never ever conceived in your life. I want to go ahead again, but I am going to pray. എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത വിധം അതിശക്തമായി ദൈവമഹത്വം ഇറങ്ങി നിൽക്കുക. ഖാനാറബ ശാന്തുലിരിക്കെ എല്ലാവരും പ്രാർത്ഥിച്ച്, ലോകമെമ്പാടും ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിച്ച്. Something unusual is already starting to happen. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ഭാവിയിൽ. Again, the word which is coming into my mouth is that he wants to step into your messed up situation and make you a message to the next generation. Your messed up situation, ignorance, darkness, പാഴും ശൂന്യമായി, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. If you become 0, the bride, her 0, adds Jesus and becomes your hero. And believe me, Jesus Christ is that great I am. ശമരിയക്കാരി സ്ത്രീയോട് ആ കിണറ്റിനകത്ത് രക്ഷകൻ വരും, അവൻ വരുമ്പോൾ ഞങ്ങളെ എല്ലാം പറഞ്ഞു തരും എന്ന് പറഞ്ഞ് ആ സമയത്ത് യേശു പറഞ്ഞു, അത് ഞാനാകുന്നു, ഞാനാകുന്നവനാണ് ഞാനാകുന്നത്. ആൻഡ് യു നോ വാട്ട് ഹാപ്പൻഡ്? ഞാനിത് ഇന്ന് ഇത് പറയുമ്പോൾ I was slain in the Holy Spirit for, I don't know, for 4, 5, 6 hours. That I am is going to be manifested in your life. നിങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലും the I am is going to be manifested.
in a manner that you have never ever seen or expected. അപ്പോൾ നിങ്ങളെല്ലാവരും പറയും, ഇത് ദൈവത്താൽ സംഭവിച്ചു, എൻ്റെ കണ്ണിൽ ആശ്ചര്യം. You are going to be set up in positions which you have never ever thought. You are going to be set up high above all the nations of the earth. നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് തോന്നുന്നത് ജസ്റ്റിൻ ബ്രദറിന് മെസ്സേജ് അയച്ചു കാണും, ബട്ട് ഇറ്റ് ഹാസ് നോട്ട് കം ഇൻ ടു മൈ മെസ്സേജ് ബോക്സ്. ബട്ട് ടുമോറോ കർത്താവെന്ന് വെച്ചാൽ ഐ വിൽ റീഡ് ഇറ്റ് ഔട്ട്. പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോട് സ്തോത്രം ചെയ്യും. You are beyond our comprehension. You are beyond our thoughts. എൻ്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ. എൻ്റെ വിചാരമല്ല നിങ്ങളുടെ വിചാരം. എന്നാൽ ആ വചനം ആ വിചാരത്തെ ഞങ്ങളുടെ ഉള്ളിൽ തന്നു. പരിശുദ്ധാത്മാവെ, ആ വിചാരത്തെ, ആ മനസ്സിനെ ഞങ്ങളുടെ ഉള്ളിൽ തന്നു, ആ ഭാവം തന്നു. ഇന്ന് അങ്ങ് നൽകിയ വചനത്തിനായി സ്തോത്രം. ഇന്ന് പ്രാരംഭം മുതൽ തന്നെ കർത്താവെ, ഈ ഇന്നർ ചേമ്പറിന് വേണ്ടി വില കൊടുത്ത്, സമയം കൊടുത്ത്, ഇതിനു വേണ്ടി സമയം വേർതിരിച്ചവർ, ഉന്നതത്തിൽ നിന്നും നദികൾ ഒഴുകുന്നുള്ള വാഗ്ദത്തം, ചെതറിക്കിടക്കുന്നിടത്തുനിന്ന് സൈന്യം ഉയരുമെന്ന് പ്രവചനം, അത് നിവർത്തിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. തകർന്നിരിക്കുന്ന, ഇരുട്ട് കാരണം ഇനി മുമ്പോട്ട് എന്തെന്ന് അറിയാൻ മേലാതെ, ലക്ഷ്യമില്ലാതെ ഭാരപ്പെട്ട് കാണുന്ന എല്ലാവരും യേശുവെ എന്നൊരൊറ്റ വിളിയിൽ ഞാൻ ജീവൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ യേശുവെ, അങ്ങ് ജീവനുമാണ്, വെളിച്ചവുമാണ്. അങ്ങവിടെ ഇറങ്ങി നിന്ന് ആ മുഴുവൻ ഇല്ലായ്മയെ മാറ്റി നിറയ്ക്കുന്നവൻ്റെ നിറവാകുന്ന അങ്ങയിൽ നിന്നും നിറയ്ക്കും. കൃപയ്ക്ക് വേണ്ടി കൃപ. ലണ്ടനിൽ കർത്താവെ, UK എന്നെ അയച്ചിരിക്കുകയാണല്ലോ. ഈ പ്രാവശ്യം അയച്ചിരിക്കുന്നതിന് മുഴുവൻ ദൗത്യം നിവർത്തിക്കണം. വരുന്ന ഓരോരുത്തരെയും അങ്ങ് നിറയ്ക്കണം. പ്രതീക്ഷയോടെ വരുന്നവർ അങ്ങയുടെ വലിയ കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സോ 8-9 നാളെ ഓഫ്കോഴ്സ് ഇത് ക്രൈഡ് ഇവൻ്റാണ്. ബെറ്റി കിങ്, നമ്മുടെ ഗോഡ് ചാനലിലെ ബെറ്റി കിങ് നടത്തുന്ന മീറ്റിംഗാണ്. അതിനകത്ത് മോനും ഞാനും ഉണ്ട്. 3 ശുശ്രൂഷകരാണ്. അതിൽ ബെന്നുണ്ട്, ഞാനുണ്ട്. പക്ഷെ നമ്മുടെ പ്രധാനപ്പെട്ട മീറ്റിംഗ് 8-9 ഹെവൻലി ഫീസ്റ്റിലെ എല്ലാവരും തന്നെ കുറച്ച് മെനക്കെടണം. ശനിയാഴ്ചയും ഞായറാഴ്ചയും നമുക്കൊന്നിച്ച് ഒരു സ്ഥലത്തും സഭയോഗങ്ങൾ കാണത്തില്ല. എല്ലാ വിശ്വാസികളും നേരത്തെ അതുകൊണ്ട് അറിയിച്ച് ഒരാളെ കൊണ്ട് കൂട്ടിക്കൊണ്ട് വേണം വരാൻ. ഇതെൻ്റെ ആഗ്രഹമാണ്. ഈ ആഗ്രഹം നിങ്ങൾക്ക് മറികടക്കാം, ബിസിയാന്ന് പറയാം. ആൻഡ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു. എന്നാണെങ്കിലും 8-9 കർത്താവ് അന്വേഷിച്ച് ബർമിംഗ്ഹാമിൽ നമ്മൾ കൂടുന്നു. ആൻഡ് കർത്താവ് നമ്മളോട് ഒരു കമ്മിറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ഞാനോ ലോകാന്ത്യത്തോളം എല്ലാ നാഴികയിൽ നിങ്ങളുടെ കൂടെ ഉണ്ട്. തിരിച്ച് നമുക്കും യേശുവിനോടൊരു കമ്മിറ്റ്മെൻറ്റ് വേണ്ടേ? തിരിച്ച് യേശുവിനോടും നമ്മൾ പറയണ്ടേ, ഞാനുണ്ട് യേശുവേ. ഒരായുസ്, ഒരു ദൗത്യം, യേശു ക്രിസ്തു. സുഹൃത്താവിനെ വെച്ച് വീണ്ടും നമ്മൾ കാണാം. ഇന്ന് ഒരു ഡീവിയേഷൻ ഫ്രം മെയിൻ മെസ്സേജ് ആയിരുന്നു, ബട്ട് ഇറ്റ് വാസ് എക്സ്പ്ലോസീവ്. ഐ വാസ് ഓൺ ഫയർ. ഈവൻ നൗ ഐ കനോട്ട് ബിലീവ് ഐ എം സ്റ്റിൽ ഇൻ ദാറ്റ് ഗ്ലോറി. ഐ എം ഇൻ ദ ഗ്ലോറി ഓഫ് ഗോഡ്. And this is a foretaste of what is going to happen.
in every church, every nation where God sends us. സോ വീണ്ടും നമുക്ക് കാണാം. ഇന്നും ജോലിക്ക് ഇറങ്ങാൻ പോകുന്നവർ ധൈര്യത്തോടെ ഇറങ്ങണം. ഇന്നലെയും ഇന്നും സ്പോൺസർ ചെയ്തവരുടെ ലിസ്റ്റ് ഇത് വരും ദിവസങ്ങളിൽ ഞാൻ വായിക്കും. എല്ലാ ദിവസവും തന്നെ ഇന്നർ ചേംബർ കാണാൻ സാധ്യത ഉണ്ട്. ആൻഡ് നിങ്ങൾ പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടി കുടുംബമായിട്ട്. പ്രത്യേകിച്ചും എനിക്ക് വരാൻ പറ്റിയില്ല, which is a non-exciting thing for me. And റോണക്കിൻ്റെ യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ഞായറാഴ്ച, ഇന്ന് വെള്ളിയാഴ്ചയാണ്, നാളെ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ 7:30 മീറ്റിങ്ങിന് കോട്ടയത്ത് റോണക്കായിരിക്കും ശുശ്രൂഷിക്കും. And believe me, the message that he is going to share is going to be shaking. പിടിച്ചു പുലുക്കുന്നതായിരിക്കും. സോ ഞായറാഴ്ച കോട്ടയത്ത് ഒരുങ്ങി ചുറ്റുമുള്ള എല്ലാ ചർച്ചസിൽ നിന്നും ഇന്നർ ചേംബർ കുടുംബങ്ങൾ, കമോൺ, ഇന്നർ ചേംബറിലെ എല്ലാ കുടുംബങ്ങളും, if you are in a place which is dry and dead and cold, leave it. Leave it and come to the fire of the Holy Spirit. It is now or never. സോ ജോലിക്ക് ഇറങ്ങുന്നവർ ധൈര്യത്തോടെ ഇറങ്ങണം. കിടന്നുറങ്ങാൻ പോകുന്നവർ നല്ല സുഖമായി കിടന്നുറങ്ങണം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സോ അഗെയിൻ വിൽ മീറ്റ് ടുഗദർ ഇൻ ദ ഇന്നർ ചേംബർ. God bless you.